സാലിസ് പ്ലേറ്റിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് നല്ല അടിപൊളിയായിട്ടുള്ളൊരു ഈവനിങ് സ്നാക്ക് ഉണ്ടാക്കാം കേട്ടോ. ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പൊട്ടറ്റോ ആണ്. ബാക്കി കുറച്ച് സാധനങ്ങളേ ഉള്ളൂ, പക്ഷേ നമുക്ക് വളരെ പെട്ടെന്ന് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഞാനൊരു കുക്കർ വെച്ചിട്ട് അതിൻ്റെ അകത്ത് കുറച്ച് വെള്ളം വെച്ചിട്ട് അതിനെ ഒന്ന് സ്റ്റീം ചെയ്തെടുക്കുകയാണ്. ഈ പൊട്ടറ്റോ നല്ലപോലെ വാഷ് ചെയ്ത് അതിൻ്റെ അഴുക്കൊക്കെ കളഞ്ഞതിന് ശേഷം വേണം കേട്ടോ നമുക്ക് സ്റ്റീം ചെയ്യാൻ. ഒരു 4 പൊട്ടറ്റോ, മീഡിയം സൈസുള്ള 4 പൊട്ടറ്റോ ആണ് എടുത്തേക്കുന്നത്. ലിഡ് വെച്ച് അടച്ചതിന് ശേഷം ഒരു 4, 5, 6 വിസിൽ ഇത് വേവണ വരെ. ഞാൻ 6 വിസിലാണ് കേൾപ്പിച്ചത്. 6 വിസിൽ കഴിഞ്ഞപ്പോൾ ഓഫ് ചെയ്തിട്ടിട്ട് അത് വെന്തോന്നൊന്ന് കുത്തി നോക്കണം. അപ്പോൾ നല്ല 6 വിസിലൊക്കെ കഴിയുമ്പോഴേക്കും നല്ല സൂപ്പറായിട്ട് വെന്തിട്ടുണ്ടാവും. അപ്പോൾ അതിനെ തണുക്കാനായിട്ട് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഇതിൻ്റെ ചൂടൊക്കെ ഒന്ന് ആറിക്കഴിഞ്ഞ് കഴിയുമ്പോൾ ചെറു ചൂടോടുകൂടി നമുക്കിതിനെ ഒന്ന് പീൽ ചെയ്തെടുക്കാം. അതിൻ്റെ തൊലിയൊക്കെ ഒന്ന് മാറ്റിയെടുക്കാം. ചെറു ചൂടോടി ചെയ്യുമ്പോൾ നമുക്ക് എളുപ്പത്തിന് ചെയ്തെടുക്കാം. ഒരുപാടങ്ങ് തണുത്ത് പോകുമ്പോൾ ഇതൊന്ന് പീൽ ചെയ്തെടുക്കാനായിട്ട് നമുക്കൊരു ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും. അല്ല, നിങ്ങൾക്ക് ഏത് സൗകര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ചെയ്യാം. ഇനി അടുത്ത സ്റ്റെപ്പ് ഇതെല്ലാം ഒന്ന് പൊടിച്ചെടുക്കുക എന്നുള്ളതാണ്. നിങ്ങളുടെ കയ്യിൽ പൊട്ടറ്റോ മാഷ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് വെച്ച് ചെയ്യാം. അല്ല, ഫോർക്ക് വെച്ച് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇനിയും കൈ കൊണ്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. എന്തായാലും ഇതിനൊന്ന് പൊടിച്ചെടുക്കണം. പൊട്ടറ്റോ നല്ലപോലെ വെന്തതുകൊണ്ട് ഇത് നമ്മൾ കൈ വെച്ച് ഉടച്ചാലും വേഗം ഉടച്ച് എടുക്കാൻ പറ്റും കേട്ടോ. ഇപ്പോൾ എല്ലാം ഇതുപോലെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇതിന് ഞാൻ ഇച്ചിരി കൂടെ വലിയ ഒരു ബൗളിലേക്ക് മാറ്റി കൊടുക്കുകയാണ്. ഇനി ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്ത് കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു മീഡിയം സൈസ് സവാള ചേർക്കണുണ്ട്. അത് നല്ലപോലെ ചെറുതായിട്ട് അരിഞ്ഞ് ചേർത്താൽ അത്രയും നല്ലതാണ്. അല്ല, നിങ്ങൾക്ക് കടിക്കണമെന്ന് താല്പര്യമുണ്ട്, ഇതിൻ്റെ പീസുകൾ കടിക്കാൻ നല്ല ഇഷ്ടമാണെന്നുള്ളവർക്ക് ഇച്ചിരി കൂടി വലുപ്പത്തിലിടാം. പിന്നെ കുറച്ച് മല്ലിയില, ഇതൊക്കെ ഞാൻ ഫ്രീസറിൽ സൂക്ഷിച്ച് വെച്ചേക്കണം മല്ലിയിലയാണ് കേട്ടോ. പിന്നെ ഇതെന്താണെന്നറിയാമോ, നമ്മുടെ ഗാർലിക് പൗഡർ. ഞാനിത് വീട്ടിൽ തന്നെ പൊടിച്ചുണ്ടാക്കി വെച്ചേക്കണതാണ് കേട്ടോ. ഇത് എപ്പോഴും നമുക്ക് ഉപകാരത്തിൽപ്പെടും. അതുപോലെ തന്നെ ഒരു 1-2 പിഞ്ച് മഞ്ഞൾപ്പൊടിയും കൂടിയിട്ട് ചേർത്ത് കൊടുക്കുക. ഇത് നിർബന്ധമുള്ള കാര്യമൊന്നുമല്ല, ഇത് ജസ്റ്റ് ഒരു കളറിന് വേണ്ടിയിട്ട് ഞാൻ ചേർക്കണമെന്ന് മാത്രമേ ഉള്ളൂ. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂണിൻ്റെ അടുത്ത് ഒറിഗാനോ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് 2 or 3 എത്രയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ചേർക്കണില്ല, ഞാനത് സ്കിപ്പ് ചെയ്യാണ്. കാരണം പിള്ളേർക്ക് കൂടി കൊടുക്കാനുള്ളത് കൊണ്ട് അവരിടയ്ക്ക് അത് കടിക്കും. അപ്പോൾ അതുകൊണ്ട് ഞാൻ ചേർക്കണില്ല. നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം, അത് നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. ഇനി ഞാനിതിലേക്ക് കുറച്ച് ചീസ് ചേർക്കണുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം. ഞാൻ പിള്ളേർക്കൊരു ടേസ്റ്റ് കിട്ടിക്കോട്ടെ എന്ന് ഓർത്തേച്ചുമാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി 1/4 ടീസ്പൂൺ ജീരകപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂണിൻ്റെ അടുത്ത് കാശ്മീരി ചില്ലി പൗഡറും കൂടി ഇട്ട് കൊടുക്കണുണ്ട്. അരിമോദകം നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒരു 1/4 ടീസ്പൂൺ അതും ചേർത്ത് കൊടുക്കാം. കൂടുതലാവരുത് കേട്ടോ. ഇനി ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് നമുക്കിതിനെല്ലാത്തിനെയും കൂടി ഒന്ന് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. അതൊരു സൈഡിലിരിക്കട്ടെ. ഇനി നമുക്ക് കുറച്ച് ബ്രെഡൊന്ന് പൊടിച്ചെടുക്കണം. ബ്രെഡ് ഒരുപാട് അങ്ങോട്ട് പൊടിയരുത് കേട്ടോ. അപ്പോൾ ഞാൻ പൊടിക്കുന്നതിന് മുമ്പ് ഇതിൻ്റെ റഫായിട്ടുള്ള പോർഷനുണ്ടല്ലോ ചിറ്റിൽ നിൽക്കണത്, അത് ചിലപ്പോൾ നമുക്ക് ഇച്ചിരി ഹാർഡായിട്ട് വരും. നമ്മൾ വറക്കെങ്കിലും ചെയ്യുമ്പോൾ അത് കൂടുതൽ കയറി ഫ്രൈ ആവും. അപ്പോൾ അതുകൊണ്ട് അത് ഞാൻ അങ്ങനെ അങ്ങ് മാറ്റിയെടുക്കുകയാണ്. ആ മാറ്റി കളയുന്ന സാധനം നിങ്ങൾ കളയണ്ട. അതിൻ്റെ അകത്ത് ഇച്ചിരി ബട്ടറൊക്കെ ഇട്ട് ഇച്ചിരി മുളകൊക്കെ ഇട്ടിട്ട് ഒന്നും കൂടെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നല്ലൊരു സ്നാക്കായിട്ട് നമുക്ക് ഉപയോഗിക്കാം. ഇനി എടുത്ത് വെച്ചേക്കുന്ന ബ്രെഡ് നമുക്കൊരു 3, 4, 5 പീസൊക്കെ ആയിട്ട് കൈകൊണ്ട് വെറുതെ അങ്ങ് വലിച്ച് കീറിയിട്ട് വെച്ചാൽ മതി. മിക്സിയുടെ അകത്തേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒരു 2 കറക്കി അങ്ങ് എടുക്കുക. എന്നിട്ട് നേരത്തെ നമ്മൾ ഉണ്ടാക്കി വെച്ചേക്കണ പൊട്ടറ്റോയുടെ മിക്സില്ലേ, ആ മിക്സിൻ്റെ അകത്തേക്ക് ഇത് ചേർത്ത് കൊടുക്കുക. ആ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഞാനിത് കൈ വെച്ച് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് അപ്പോഴേ ഈ ബ്രെഡിൻ്റെ എല്ലാ സാധനങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പിടിക്കണമെങ്കിൽ ശരിക്കും നമ്മൾ കൈ കൊണ്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനിയും അതിന് ശേഷം എന്ത് ചെയ്യണമെന്ന് അറിയാമോ, ഓരോ ഉരുളകൾ നിങ്ങളുടെ ഇഷ്ടമുള്ള വലിപ്പം അനുസരിച്ച് ഓരോ ഉരുളകൾ എടുക്കുക. അതിനാദ്യം ഒന്ന് കയ്യിലിട്ടൊന്ന് ഉരുട്ടിയെടുക്കുക. അപ്പോൾ ഒന്നും കൂടി ഒരു മിക്സ് ആവും. എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിലേക്ക് ഇതാക്കാം. ഞാൻ ചെറിയൊരു സിലിണ്ടർ ഷേപ്പ് പോലെയാണ് ചെയ്യണത്. ഈ ബാറ്റർ എടുക്കുമ്പോൾ കൈമയൊക്കെ പറ്റി പിടിക്കുകയാണെങ്കിൽ ഇച്ചിരി ഓയിൽ കൈമ തടവി കൊടുത്തിട്ടുണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഇങ്ങനെ ഷേപ്പ് ചെയ്ത ഈ പൊട്ടറ്റോയുടെ മിക്സ് നമ്മൾ എന്ത് ചെയ്യണം, ഇച്ചിരി ബ്രെഡ് ക്രംസിലൊന്ന് പൊതിഞ്ഞെടുക്കണം. ബ്രെഡ് ക്രംസിൽ എന്തായാലും നമ്മളതൊന്ന് പൊതിഞ്ഞെടുക്കണം കേട്ടോ. അത് സ്കിപ്പ് ചെയ്ത് കളയരുത്. അങ്ങനെ ഞാൻ ഇത്രയും സംഭവങ്ങൾ അതിൽ നിന്ന് ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ എല്ലാത്തിനും ഷേപ്പൊക്കെ വരുത്തി ഉരുട്ടി ബ്രെഡ് ക്രംസിൽ മുക്കി ഇനി നമുക്കിതിനെ ഒന്ന് വറുത്തെടുക്കണം. എപ്പോഴും ചെറിയ ചട്ടിയിൽ, കുഴിയുള്ള ചെറിയ ചീനച്ചട്ടികളിൽ, അതായത് ഇങ്ങനത്തെ പാനുകളിൽ വെക്കണതാണ് ഏറ്റവും നല്ലത്. പാൻ നല്ലപോലെ ചൂടായി വന്നു കഴിയുമ്പോൾ
ഞാൻ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തേക്കണം. വെളിച്ചെണ്ണ നല്ലപോലെ ചൂടായി വന്നു കഴിയുമ്പോൾ ഒരു തണ്ട് വേപ്പില അതിൻ്റെ അകത്തേക്ക് അങ്ങ് ഇട്ട് കൊടുക്കുക. അപ്പോൾ അത് നല്ലപോലെ അങ്ങ് വറന്ന് വരും. ആ വറുത്ത് ഇങ്ങോട്ട് വന്നു കഴിയുന്ന സമയത്ത് നമ്മൾ ഈ ഉണ്ടാക്കി വെച്ചേക്കുന്ന സംഭവങ്ങൾ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുക. മീഡിയം ഫ്ലെയിമിലാണ് ഞാൻ വെച്ചേക്കണേന്ന് പറഞ്ഞില്ലേ, അത് അതിൻ്റെ അകത്ത് തന്നെ അങ്ങനെ തന്നെ വെക്കണം. അതിനുശേഷം ഇത് മുങ്ങി കിടക്കണില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ തിളച്ച ഓയിൽ ഇതിൻ്റെ മീതേക്ക് പതുക്കെ തട്ടി ഒഴിച്ച് കൊടുക്കണം. ഇല്ലെന്നുണ്ടെങ്കിൽ ആ ഭാഗം പെട്ടെന്ന് വിണ്ട് പോകാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. ഇന്ന് വൈകുന്നേരത്തേക്കുള്ള പൊട്ടറ്റോ സ്നാക്ക് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ചായയുടെ കൂട്ടത്തിൽ ഇത് കഴിക്കാം. ഉണ്ടാക്കി വെക്കുക. നിങ്ങൾക്ക് കണ്ടപ്പോൾ തന്നെ അറിയാൻ പാടില്ല, ഇത് വളരെ സിമ്പിളാണ്, ഈസിയാണ്. ഇത് എണ്ണപ്പലഹാരമാണ്. അതുകൊണ്ട് ഒരുപാട് ദിവസങ്ങളിൽ അടുപ്പിച്ചൊന്നും ഉണ്ടാക്കരുത്. വല്ലപ്പോഴും മാത്രം ഉണ്ടാക്കി കഴിക്കുക. നിങ്ങളുടെ ആരോഗ്യത്തിന് നിങ്ങൾ സൂക്ഷിക്കുക. എൻ്റെ വീഡിയോകൾ കാണുന്നവരൊക്കെ വളരെ കുറവാണെന്ന് എനിക്ക് തോന്നണം. എനിവേ ഇൻട്രസ്റ്റ് ഉള്ളവരൊക്കെ കാണുക. എനിക്ക് ആരെ നിർബന്ധിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇൻട്രസ്റ്റ് ഉള്ളവരൊക്കെ കാണുക, ഷെയർ ചെയ്ത് കൊടുക്കുക, കമൻറ്റുകളും ലൈക്കുകളും ഒക്കെ അറിയിക്കുക. എല്ലാവരും സന്തോഷത്തോടും സമാധാനത്തോടു കൂടി ഇരിക്കുക. എല്ലാവർക്കും വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് പ്രാർത്ഥിക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാനായിട്ടുള്ള സമയമായി. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നതുവരേക്കും എല്ലാവർക്കും ബൈ ഫ്രം സാലിസ് പ്ലേറ്റ്.